ഇത് രണ്ടെണ്ണത്തിനാ? യെസ്. എന്തിനാണ് സാറേ, പൂച്ചയ്ക്ക് കൊടുക്കാനാണ്? എന്താ പൂച്ച മാത്രം മീൻ കഴിക്കുള്ളൂ? ഇതെന്റെ ഭാര്യയ്ക്കും ഇതെനിക്കുവാ. അങ്ങനെയാണാ? എങ്കിൽ ഇത് സാറിനും ഭാര്യയ്ക്കും പറ്റിയ മീനാണ്. 500 രൂപ വിലയാണ്. സാറിനായതുകൊണ്ട് 150 രൂപയ്ക്ക് തരാം. അതൊക്കെ എനിക്കറിയാം, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. അത് സാറിനെ കണ്ടാൽ തന്നെ അറിയാൻ കേട്ടാ. എന്റെ പൊന്ന് സാറേ, ഇനി ഇങ്ങോട്ട് തന്നെ വന്നേ, മോളീന്ന് വിളിച്ചാ മതി സാറേ. മോളീന്ന് താഴേന്നൊക്കെ വിളിക്കാം. ഇന്നാ സാറേ, നാളെയും വന്നേ. ഓ, ഇയാളൊക്കെ എന്തിന് ഇങ്ങോട്ട് വരണം? മീനിട്ടടിക്കരുത്. അയ്യോ, സാറ് ശവക്കുഴി നിന്നിട്ട് തന്നെയാണോ? അതല്ല, നല്ല മണം, അതുകൊണ്ടാ ഇത് വെച്ചത്. ഓ അങ്ങനെ. നല്ല പെടക്കിന മീനുണ്ട് സാറേ, നല്ല പെടക്കിന മീൻ. ഇതെത്ര രൂപ കളവി? ആരാണ്ടാ നിന്റെ കളവി? അല്ല, തെറ്റിപ്പോയതാണ്. ഇത് എത്ര രൂപയാണ് യുവതി? എന്താണ് മനുഷ്യനെ കളിയാക്കണേനാ? നിങ്ങൾ അങ്ങോട്ട് പറയുന്നു, ഇത് എത്ര രൂപയാണ്? സാറേ, ഇത് വില കുറവാണ് കേട്ടാ, 150 രൂപ. ഈ മീൻ ചത്തത് കൊണ്ട് കൊള്ളാം, ഇല്ലെങ്കിൽ ഇതിന്റെ വില കേട്ട് ഈ മീൻ തന്നെ ചിരിച്ചിരിച്ച് ചത്തേന്. 40 രൂപ വരും. 40 രൂപ നിന്റെ അച്ഛനോണ്ട് പോയി കൊടുക്കാനല്ലേ പറയാൻ വന്നത്? അദ്ദേഹം ചത്തുപോയി. ഈ നല്ല തല കണ്ടതിന് ശേഷം പോട്ടെ, 50 രൂപ വരും. ഞാൻ ഈ മീൻ വെള്ളത്ത് തന്നെ മോത്താട്ട് ഒഴിക്കും. 150 രൂപയുടെ മീനിന് 50 ഉരുപ്പ. ആ ത്രേസ്യ ചേച്ചി ഇവിടെ നോക്കട്ടെ. 125 രൂപ. 55 രൂപ തരും, വേണോ? 100 രൂപ. ശരി, 60 രൂപ. അതെ, ഒരു 80 രൂപ ഇങ്ങോട്ട് താ സാറേ. അതൊക്കെ ഞാനിപ്പോ അങ്ങോട്ട് സാറായതുകൊണ്ടാ. 70 രൂപയുണ്ട്, അതൊക്കെ മതി. 70 എങ്കിൽ 70, 30 ലാഭം. ഹലോ മാഡം, എക്സ്ക്യൂസ് മീ. എനിക്ക് 150 രൂപയ്ക്ക് തന്ന അതേ മീൻ തന്നെ വേറൊരാൾക്ക് 70 രൂപയ്ക്ക് കൊടുക്കാം. അതെവിടത്തെ ന്യായം? ഐ വിൽ കോൾ ദ പോലീസ്. ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ ആക്കണ്ട, പട്ടാളത്തിനെ വിളി. ഞാൻ പിടിച്ചു വാങ്ങിയതല്ലല്ല, നിങ്ങ തന്നതല്ലേ. വില പേശനായിരുന്നു. നിങ്ങൾ പറയണ്ടേ? അല്ല, ഐ മീൻ ഒന്നുമില്ല. താൻ പോടേക്കാ. ചെക്കാന്നോ കല്യാണം കഴിച്ചതിനോട്? കൾച്ചർലെസ് ലേഡി. മീൻ വെള്ളമൊക്കെ ദേഹത്ത് കുരുളു. അതൊക്കെ പോട്ടെ. എന്താ ഇവിടെ വീട്ടിലിരുന്നിട്ട് സമയം പോകുന്നില്ല. അപ്പൊ ഇവിടെ വന്ന് മീൻകാരിയുടെ വായിരിക്കുന്ന തെറിയാക്കാന്ന് വിചാരിച്ചല്ലേ? ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിരിക്കട്ടെ, ലൈഫൊക്കെ എങ്ങനെ, ഹാപ്പിയാണോ? ഹാപ്പി, വെരി ഹാപ്പി. ഞാനിപ്പോ ഒരു പെർഫെക്റ്റ് ഗൃഹനാഥനായി ചേട്ടാ. വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകുന്ന ഗൃഹനാഥൻ. ഏതായാലും നാഥന്റെ ഗൃഹം എനിക്ക് കൂടി ഒന്ന് കാണണം. ഞാനും കൂടെ വീട്ടിൽ വരട്ടെ? അല്ല, ഇനി വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടോ? എന്തിന്? മണ്ണം നിലച്ചേട്ടൻ വീട്ടിൽ വരണം. എന്റെ ജീവിതം കണ്ട് അസൂയപ്പെടണം. അത് ചെന്ന് അച്ഛനോടും അമ്മയോടും മറക്കാതെ പറയണം. പിന്നെ പച്ചക്കറി കടയിൽ കുറച്ച് പച്ചക്കറി മേടിച്ചിട്ട് അതുകൊണ്ട് മേടിച്ചിട്ട് ആയിക്കോട്ടെ. എന്താ, ഒന്നും വാങ്ങിയില്ലേ? വാങ്ങിയില്ലേന്നോ? കാവ്യ വിവേകിനെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കണേ? എന്നിട്ട് എവിടെ? പെട്ടെന്നാവട്ടെ. എന്താ ഇത്? അല്ല, എല്ലാത്തിനും ഒരു കരുതൽ വേണമല്ലോ. കരുതിയിട്ടുണ്ട്. 2 വർഷത്തേക്കുള്ള പച്ചക്കറികൾ ഒരുമിച്ച് കരുതിയിട്ടുണ്ട്. അതെ, ഇതറിയാലോ. ഇതാണ് ടൊമാറ്റോ. ഇരുന്ന് കഴിഞ്ഞാൽ പാഴായി പോകും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഉത്സാഹിച്ച് നാളെ മുതലുള്ള കുളിയും പല്ലിയൊപ്പൊക്കെ ഇതിലാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തീർന്നു കിട്ടും. എവിടെ ചായ്പ് അകത്തോട്ട് വയ്ക്കാം. എന്താ വിവേക് ഇതൊക്കെ? ഇതൊക്കെ ലാഭത്തിന് കിട്ടിയതാ. മത്തങ്ങ, കുമ്പളങ്ങ, ഫിഷ് നല്ല ഫ്രഷാ. അതുകൊണ്ടൊക്കെ വിവേക്, എനിക്കൊന്നും നിനക്കൊന്നും അറിയില്ല. നീ കൊച്ചുകുട്ടിയല്ലേ? എടാ, പറയും പോലെ ഇത് നമ്മുടെ ട്രീസയുടെ വീട് തന്നെയല്ലേ? കൂട്ടുകാരുടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിട്ടാണ് അവിടുന്ന് സാറുമായിട്ട് വഴക്കിട്ടങ്ങ് പോകുന്നതല്ലേ? ഏതായാലും ഇവിടുത്തെ സെറ്റപ്പുകളെല്ലാം ഞാൻ വേഗം ചെന്ന് വക്കീലന്മാരോട് നരേറ്റ് ചെയ്യട്ടെ. എനിക്കിത് പറഞ്ഞു കൊടുത്തോളാം വയ്യ. ഇയാളുടെ ഒരു കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞൊക്കെ സത്യമാണെന്ന് വിവേകിന് മനസ്സിലായില്ലേ? സത്യോ? എന്ത് സത്യം? വിവേക് പല കാര്യങ്ങളിലും ചൈൽഡിഷ് ആണെന്ന്. 10-25 രൂപയ്ക്ക് പച്ചക്കറി വാങ്ങേണ്ട അടുത്ത് ഞാൻ മനഃപൂർവ്വം തന്നെയാ ഇത്രം വാങ്ങിക്കൂട്ടിയത്. വീണത് വിദ്യയാക്കല്ലേ? ജീവിതത്തിൽ ഞാൻ വീഴാറില്ല, ഇനി വീഴയില്ല. അഥവാ വീണാലും 4 കാലിൽ തന്നെ വന്ന് വീണോളും. അതെനിക്കറിയാം. നോക്ക്, ഞാനൊരു ഭർത്താവാണ്. എന്നെ ദേഷ്യം പിടിപ്പിക്കരുതേ. ഭർത്താക്കന്മാർക്ക് മാത്രമേ ദേഷ്യം വരാൻ പാടുള്ളൂ. ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തമില്ലായ്മ സഹിക്കുന്ന ഭാര്യമാർക്കും ദേഷ്യം വരും. കാവ്യ, അത് കറക്റ്റ്. ഇത് കറക്റ്റ് എന്ന്
ഈ കാവ്യയുടെ എന്താ മണ്ണന്തല ചേട്ടാ? ഏയ് ഞാൻ എന്റെ ഗ്ലാസ് ഇവിടെ വെച്ച് മറന്നുപോയി, അതെടുക്കാൻ വേണ്ടിട്ട് വന്നതാ. പിന്നെ ഈ വീട്ടിൽ വന്ന് മടങ്ങിപ്പോകുന്ന ഗസ്റ്റുകൾ എന്തെങ്കിലും മറന്നു വെച്ചത് എടുക്കാനായിട്ട് തിരിച്ചു വരുമ്പോഴാ വീട്ടുകാരുടെ തനി സ്വരൂപം കാണാൻ പറ്റുന്നത്. സത്യം പറഞ്ഞ ഞാൻ ഇതുപോലെ മറന്നു വെച്ച സാധനം തിരിച്ചെടുക്കാൻ ചെന്നപ്പോ എന്തോ ആൾക്കാരെന്നെ പച്ചയ്ക്ക് തള്ളക്കി വിളിച്ചോട്ടുണ്ട്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഓഖാ, നിങ്ങൾ ഏതായാലും അതൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ ഞാൻ ഏതായാലും ഇനി വരില്ല. തുടങ്ങിക്കോ. നമ്മള് തമ്മിൽ വഴക്കാ.